നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കപൂർ കുടുംബം കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. ഡിസംബർ 14 നടക്കുന്ന RK ഫിലിം ഫെസ്റ്റിവലിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിക്കാനായാണ് കപൂർ കുടുംബം സന്ദർശനം നടത്തിയത്. നടനും സംവിധായകനും നിർമ്മാതാവുമായ രാജ് കപൂറിന്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. കപൂർ ഫാമിലിയിലെ അംഗങ്ങളായ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ കാണാനെത്തിയിരുന്നു. രൺബീർ കപൂർ, കരീന കപൂർ, കരിഷ്മ കപൂർ, ആലിയ ഭട്ട്, സെയ്ഫി ഖാൻ, റിതിമ കപൂർ, നീതു സിംഗ് തുടങ്ങിയവരാണ് എത്തിയത്. മോദിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ പ്രധാനമന്ത്രിയുടെ തമാശ കേട്ട് പൊട്ടിച്ചിരിക്കുന്ന താരങ്ങളുടെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നടൻ രാജ് കപൂറിന്റെ 100ാം ജന്മവാർഷിക ആഘോഷത്തിന് മോദിയെ ക്ഷണിക്കാൻ കപൂർ കുടുംബാംഗങ്ങളോടൊപ്പം രാജ് കപൂറിന്റെ മകൾ റീമ ജെയിനും എത്തിയിരുന്നു. മോദിയെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന സംശയം റീമ ജെയിൻ പ്രകടിപ്പിച്ചതായി നടൻ രൺബീർ കപൂർ പറഞ്ഞു. കപൂർ കുടുംബത്തിന് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നും അതിൽ പ്രധാനമന്ത്രിയെ പ്രൈം മിനിസ്റ്റർ ജി, പ്രധാനമന്ത്രി ജി എന്നിങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന ആശയക്കുഴപ്പമുണ്ടായെന്നും രൺബീർ കപൂർ പറഞ്ഞു. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി കണ്ടോളൂ എന്നായി മോദി. പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞതോടെ അദ്ദേഹത്തെ ആദരണീയ പ്രധാനമന്ത്രി ജി, നരേന്ദ്രമോദി ജി എന്ന് അഭിസംബോധന ചെയ്യാൻ റീമ ജെയിൻ ശ്രമിച്ചു. പക്ഷെ കൃത്യമായി ഉച്ചരിക്കുന്നതിൽ റീമ ജെയിൻ പരാജയപ്പെട്ടു. റീമ ജെയിനിന്റെ നാക്കുപിഴ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ മോദി ഒരു സിനിമാ സംവിധായകന്റെ ശൈലിയിൽ കട്ട് പറഞ്ഞതോടെ കപൂർ കുടുംബാംഗങ്ങളെല്ലാം കൂട്ടച്ചിരിയായി. ഈ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ കാണാം. पिछले हफ्ते जो हमारी व्हाट्सएप फैमिली ग्रुप है, हम एक हफ्ते से सिर्फ ये डिसाइड करें कि हम कैसे आपको कहेंगे प्राइम मिनिस्टर जी, प्रधानमंत्री जी। रीमा बुआ मेरे को रोज फोन करके पूछ रही है क्या मैं ये बोल सकती हूँ, क्या मैं ये वो बोल सकती हूँ। मैं भी आपका परिवार का हूँ भाई, आपको जो मर्जी पड़े वो बोलिए। बहुत अच्छा डट गया। आदरणीय प्रधानमंत्री श्री नरेंद्र मोदी जी। कट। നടൻ രാജ് കപൂറിന്റെ പേര് ഇന്ത്യക്ക് പുറത്തും പരന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു ചെറിയ കൾച്ചറൽ അംബാസഡർ മാത്രമാണെന്നും പ്രധാനമന്ത്രി മോദിയാകട്ടെ ആഗോള അംബാസഡർ ആണെന്നും റീമ ജെയിൻ പറഞ്ഞു. അതേസമയം നടി കരീന കപൂർ മക്കളായ തൈംബോറിനെയും ജയിക്കും വേണ്ടി മോദിയിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങി. മുത്തച്ഛന്റെ പാരമ്പര്യവും മനോഹരമായ ജീവിതവും ആഘോഷിക്കുന്നതിനായുള്ള ഫിലിം ഫെസ്റ്റിവലിലേക്ക് മോദിയെ ക്ഷണിക്കാനായതിനാൽ അഭിമാനമുണ്ട് എന്നാണ് കരീന കുറിക്കുന്നത്. മനോഹരമായ വൈകുന്നേരം സമ്മാനിച്ചതിന് നന്ദി പറയാനും താരം മറന്നില്ല. കരീനയും ഭർത്താവ് സെയ്ഫ് അലി ഖാനും മോദിയോടൊപ്പം നിൽക്കുന്ന ചിത്രവും മക്കൾക്കായി ഓട്ടോഗ്രാഫ് നൽകുന്ന പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 13 മുതൽ 15 വരെയാണ് ഫിലിം ഫെസ്റ്റിവൽ നടക്കുക. 40 നഗരങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ 135 സിനിമകൾ പ്രദർശിപ്പിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.